സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, നേരെ സാർ പ്രൈവറ്റ് ബസ്സിനകത്ത് ഓടിക്കൊണ്ടിരുന്നത്? അതെ, ഓടിയതാണ്. ഞാൻ അന്ന് എൻ്റെ വണ്ടിയിൽ ഓടിക്കൊണ്ടിരുന്നത്. ഏത് വണ്ടിയിലായിരുന്നു അന്ന് ഞാൻ ഓടുന്നത്? നമ്മുടെ പഴയ മഞ്ജു ഉണ്ടല്ലോ, മഞ്ജു ബസ് അറിയോ? ചെങ്ങന്നൂർ ഹരിപ്പാട്. അറിയാം. അതിനകത്ത് ഓടിക്കാൻ ചെങ്ങന്നൂർ പന്നിക്കാവായിരുന്നു. എനിക്കറിയാം, അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് സാറിന്. ഇപ്പൊ യൂണിഫോമിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ അങ്ങോട്ട് ചോദിക്കാൻ ഒരു പേടി പോലെ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളെല്ലാം സുഹൃത്തുക്കളാണ്. നിയമം ലംഘിക്കുമ്പോൾ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. അപ്പോൾ തന്നെ ബസ് ഡ്രൈവറാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി. തീർച്ചയായും ഡിപ്പാർട്ട്മെന്റ് ജനകീയ മുഖം ഇങ്ങനെയുള്ള പ്രൊഫഷനിൽ വരുന്നവരുണ്ടാവും. കള്ളത്തരങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലേ? പെട്ടെന്ന് ഇതന്നെ ഗിയർ കറക്റ്റായിട്ട് സെന്റർ ആവുന്നില്ലല്ലോ. അല്ല കറക്റ്റ് ചെയ്യാത്ത കുഴപ്പമില്ല, അത് എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യാം. ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ ബസ്സിലൊക്കെ പോകുന്നതുകൊണ്ട് യാത്രക്കാരും സുഹൃത്തുക്കളാ? യാത്രക്കാർ മുൻപ് യാത്രക്കാരായിരുന്നവർ ഇപ്പൊ കാണുമ്പോൾ അവർക്കൊരു കൗതുകത്തോടാണ് അവർ കാണുന്നത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് പരിചയപ്പെടും? ഒരുപാട് ആൾക്കാർ വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. കാരണം സ്ഥിര യാത്രക്കാരാകുമ്പോഴത്തേന് മിക്കവാറുള്ളവരുടെയൊക്കെ പരിചയം കാണും. അപ്പോൾ അവരൊക്കെ അങ്ങനെ വന്ന് സംസാരിക്കാറുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ ഈ സ്വകാര്യ ബസ് ജീവനക്കാർ എന്തൊക്കെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളെ കാണിക്കുന്നത്? അന്നേരം പെട്ടെന്ന് യൂണിഫോം എടുത്തിടുക. മിക്കപ്പോഴും സീറ്റിന്റെ പുറകിൽ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് എടുത്ത് ഇടുക. അതേപോലെ ഡോറിൻ്റെയാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ. മിക്കപ്പോഴും ഞങ്ങളുടെ വണ്ടി, വാഹനം അല്ലെങ്കിൽ യൂണിഫോം ഇട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കാണുമ്പോഴായിരിക്കും പെട്ടെന്ന് അവർ ഡോറ് ക്ലോസ് ചെയ്യുന്നത്. അന്നേരമാണ് അവരത് ഓർക്കുന്നത്. അല്ലാതെ ഞാൻ പറ്റില്ല, യാദർശികമായിട്ട് ഇതിലേക്ക് വന്നതാണ്. വാഹനങ്ങളോടൊക്കെ ഒരുപാട് കമ്പം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഡിപ്ലോമ കഴിഞ്ഞൊരു സമയത്ത് അച്ഛനാണ് പറഞ്ഞത് ഇങ്ങനൊരു ജോലിയുണ്ട്, അപ്പം നിൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് ശ്രമിക്കുന്നതും ഇതിലേക്ക് ഭാഗ്യവശാൽ ഇതിലേക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതുമൊക്കെ. സാറായിരുന്നു ഫസ്റ്റ് എന്നെ വിളിച്ചത് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. ഇങ്ങനെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ AMV ആയി എന്നുള്ള ന്യൂസും കാര്യം. മുൻപ് കുറേ കാലം സർവീസിൽ കയറുന്നതിന് മുന്നേ ഡ്രൈവറായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതെ, ബസ്സിലായിരുന്നു. സ്വകാര്യ ബസ്സിൽ തന്നെയായിരുന്നു. ഒരു 2 വർഷക്കാലം. അതിനോട് പണ്ടേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ബിടെക് കഴിഞ്ഞ ഒരു സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി പെട്ടെന്ന് തരപ്പെട്ടില്ല. അങ്ങനെയാണ് ഇതിലോട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലോട്ട് കയറിയത്. അതെ, ബിടെക് മെക്കാനിക്കലാണ്. പിന്നെ PSC എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത് തന്നെ എക്സാം ഒക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ ഇന്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ വാഹനത്തിൽ ഓടിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്തായിരുന്നു നടന്നത്. അതെ അതെ. ഇപ്പം ആലപ്പുഴ എൻഫോഴ്സ്മെന്റിലാണ്, മാവേലിക്കരയാണ് ജോലി ചെയ്യുന്നത്. മഴക്കാലം ആയതുകൊണ്ട് ബ്രേക്ക്, ഹാൻഡ് ബ്രേക്ക്, അതുപോലെ ഡോറിൻ്റെ പ്രവർത്തനം, ഗ്ലാസ്സിൽ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുന്നുണ്ട്. കാരണം മഴക്കാലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും കാഴ്ച കുറയും. അതിൻ്റെ കൂടെ ഫ്രണ്ടിൽ ഈ മാല അല്ലെങ്കിൽ അനാവശ്യമായ സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ടെങ്കിലും അത് കൂടുതലായിട്ട് കാഴ്ച മറയ്ക്കുന്ന രീതിയിലോട്ടും റോഡ് അപകടങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. പിന്നെ വൈപ്പർ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആയിരിക്കണം. 2 സൈഡിലെയും ക്വാർട്ടർ ഗ്ലാസ്, അതുപോലെ മിറർ. ചില വാഹനങ്ങളിലൊക്കെ ഒരു സൈഡ് മിററൊന്നും കാണാറില്ല. അപ്പോൾ അതൊക്കെ പ്രോപ്പറാക്കാനും, ഒരിക്കൽ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ 2ാമത്തെ തവണ മിക്കപ്പോഴും ഫൈൻ ഈടാക്കുകയാണ് ചെയ്യാറുള്ളത്. ഡോറ് തുറന്നിട്ട് യാത്ര ചെയ്യുന്നതിന് കൂടുതലായിട്ട് ഇന്നത്തെ സമയത്ത് കണ്ടുവരുന്നുണ്ട്. അതുമായിട്ട് സംബന്ധിച്ച് കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുകയും ചിലരൊക്കെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് വൈഡ് അതിനെ ബേസ് ചെയ്ത് ചെക്കിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവർക്ക് പല സമയത്ത് ഫൈൻ കിട്ടിയാൽ മാത്രമേ അനുസരിക്കൂ എന്നുള്ളൊരു നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പാസഞ്ചേഴ്സിന് അവർ കൂടുതൽ റെസ്പോൺസിബിളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇരിക്കാൻ സീറ്റില്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കുക സേഫായിട്ട്. പലപ്പോഴും ആൾക്കാർ ഫോണിൽ യൂസ് ചെയ്തോ അല്ലെങ്കിൽ അശ്രദ്ധമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും ഡ്രൈവർ പെട്ടെന്നൊന്ന് ബ്രേക്ക് പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവർ മറിഞ്ഞു വീഴാനോ അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡോറൊക്കെ അവർ തുറന്നിട്ടിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കണ്ടക്ടറിനെ ഡ്രൈവറിനെയൊക്കെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ അവർ ശ്രമിക്കേണ്ടതാണ്. അന്ന് ഭയങ്കര പേടിയോടെയും ബഹുമാനത്തോടെയൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ സർവീസിൽ കയറി കഴിഞ്ഞപ്പം അപ്പോഴും ഉണ്ടത് തന്നെ. എന്നാലും പേടി മാറിയിട്ട് ഒരു ബഹുമാനത്തിലോട്ട് കാര്യങ്ങൾ മാറി. പിന്നെ ഇത്രയും ഉത്തരവാദിത്തങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ളത് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. ഡ്രൈവർ എന്ന നിലയിൽ എന്തൊക്കെ പാലിക്കണമെന്നുണ്ടോ പരമാവധി അതെല്ലാം പാലിച്ചിട്ട് തന്നെയായിരുന്നു വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് ആ 2 വർഷക്കാലം ഒരിക്കൽ പോലും ഒരു ഫൈനോ അല്ലെങ്കിൽ മറ്റ് വാണിങ്ങുകളോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ മെക്കാനിക്കലി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ ചില വാഹനങ്ങൾക്ക് അധികമായിട്ട് ലൈറ്റ് ഗ്ലാസ്സിൽ കുറേ അനാവശ്യമായിട്ടുള്ള ഡെക്കറേഷന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ യൂണിഫോമൊക്കെ പ്രോപ്പറായിട്ട് ഇടണം കേട്ടോ. അതേപോലെ ഡോറ് എപ്പോഴും അടച്ചിരിക്കണം. ഇപ്പോൾ ഈ വണ്ടിയിൽ കുഴപ്പമില്ല, പുറത്തോട്ട് ഓപ്പൺ ആവുന്നത്. എയർ ഡോർ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം പൊതുവേ റോഡിൽ കണ്ടുവരുന്നത് ഞങ്ങളുടെ വാഹനം കാണുക അല്ലെങ്കിൽ യൂണിഫോം ഇട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഡോർ അടയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതല്ല, യാത്രക്കാരുടെ സുരക്ഷയാണ് ഫസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പോഴും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇവർക്കിടയിൽ ജീവിച്ചതായതുകൊണ്ട് ഇവരുടെ എല്ലാ ചെറിയ ചെറിയ പരിപാടികളും അറിയാമല്ലേ? അതെ, ഉറപ്പായിട്ടും. നമ്മൾക്ക് എന്നാലും വളരെ സന്തോഷമാണ് തോന്നി. അതായത് ഈ ബസ്സുകാർ കാണിക്കുന്ന ഓരോ പല പല ട്രിക്കുകൾ നമുക്ക് ഇവരിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് നടപടികൾ എടുക്കാനും തിരുത്തിക്കാനും ഒക്കെ അതിൽ കൂടി നമുക്ക് പറ്റുന്നതാണ്. എന്നാലും ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഒരു അഭിമാനമാണ് ഇതിന്.